السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. أما بعد. ഏറ്റവും ആദരവും ബഹുമാനം നിറഞ്ഞ ഉസ്താദന്മാർ, മറ്റു സ്നേഹിതികളായ മുഅ്മിനീങ്ങളെ, വിധി നിർണയിക്കുന്ന വിധികർത്താക്കള്, പരിശുദ്ധമാക്കപ്പെട്ട ഖുർആൻ എന്നുള്ളത് അത് അല്ലാഹുവിന്റെ കലാമാണ്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മുതൽ ഖിയാമത്ത് നാൾ വരെയുള്ള എല്ലാ ജനങ്ങൾക്കും വേണ്ടിയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല എന്നെ പരിശുദ്ധമാക്കപ്പെട്ട ഖുർആൻ ഇറക്കിയത്. ഈ പരിശുദ്ധമാക്കപ്പെട്ട ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുപാട് കാര്യങ്ങൾ ഉപദേശിക്കുന്നതായി കാണാം. പരിശുദ്ധമാക്കപ്പെട്ട സൂറത്തുൽ ലുഖ്മാൻ സൂറത്തിൽ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുപാട് ഉപദേശങ്ങൾ ലുഖ്മാൻ അലൈഹിസ്സലാം സ്വന്തം മകനോട് ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് ഉപദേശങ്ങൾ നൽകുന്നതായി അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധമാക്കപ്പെട്ട ഖുർആനിൽ ഇറക്കിയിട്ടുണ്ട്. അതേപോലെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ ജനങ്ങളിലുമായി അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുപാട് ആയത്തുകൾ, ഒരുപാട് ഉപദേശങ്ങൾ ഉൾക്കൊള്ളുന്ന ആയത്തുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇറക്കിയിട്ടുണ്ട്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വമിനന്നാസി മൻ യശ്തരി ലഹ്വൽ ഹദീസ് ലിയുളില്ല അൻ സബീലില്ലാഹി ബിഗൈരി ഇൽമിൻ വയത്തഖിദഹാ ഹുസുവൻ ഉലൈക ലഹും അദാബുൻ മുഹീൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധമാക്കപ്പെട്ട ഖുർആനിൽ പറയുന്നു, ചില ജനങ്ങള് സംഗീത ഉപകരണങ്ങൾ വാങ്ങാൻ വേണ്ടി, സംഗീത വർത്തമാന കാലങ്ങൾ വാങ്ങാൻ വേണ്ടി ചില ജനങ്ങൾ ചിലവഴിക്കുമത്രേ. ലിയുളില്ലൻ സബീലില്ലാഹി, അല്ലാഹുവിന്റെ മാർഗത്തിലുള്ള ആളുകളെ ഭിന്നിപ്പിക്കാൻ വേണ്ടി, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മാർഗത്തിലുള്ള ആളുകളെ ഭിന്നിപ്പിക്കാൻ വേണ്ടി ചില ജനങ്ങള് സംഗീത വർത്തമാന കാലങ്ങളെ അവർ വിലക്ക് വാങ്ങുമത്രേ. ബിഗൈരി ഇൽമിൻ, ഒരു അറിവും കൂടാതെ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഇൽമിൽ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ആളുകളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിശ്വസിച്ച ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിശ്വസിച്ച ആളുകളെ ഭിന്നിപ്പിക്കാൻ വേണ്ടി ചില ജനങ്ങളെ വർത്തമാന കാലങ്ങളെ വിലക്ക് വാങ്ങുമത്രേ. ഉലൈക ലഹും അദാബുൻ മുഹീൻ, അവർക്ക് വേദനാജനകമായ നിസ്സാരമായ ശിക്ഷയുണ്ട് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധമാക്കപ്പെട്ട ഖുർആനിൽ അറിയിക്കുകയാണ്. വഇദാ തുത്ല അലൈഹി ആയാതുനാ, എങ്ങാനും നാം അവർക്ക് ആയത്തുകൾ ഓതി കൊടുത്താൽ വല്ല മുസ്തക്ബിറ, അവർ കിബിർ നടിച്ചുകൊണ്ട് പിന്തിരിഞ്ഞോടുമത്രേ. ലം യസ്മഉഹാ, അവർ ഒന്നും കേൾക്കാത്ത നിലക്ക് അവർ പിന്തിരിഞ്ഞു പോകുമത്രേ. കഅൻ ഫീ ഉദ്നൈഹി വഖറ, അവരുടെ ചെവികളില് ഒരു പഞ്ഞി വെച്ചതുപോലെ അവരുടെ ചെവികൾ മൂടിക്കൊണ്ട് അവർ കിബിർ നടിച്ചുകൊണ്ട് പിന്തിരിഞ്ഞു പോകുമത്രേ. ഫബശിഹു, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നിങ്ങൾ സന്തോഷ വാർത്ത അറിയിച്ചു കൊടുക്കുക. ബിഅദാബിൻ അലീം, അവർക്ക് വേദനാജനകമായ ശിക്ഷയുണ്ട് എന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് കൽപ്പിക്കുകയാണ്, സന്തോഷ വാർത്ത അറിയിച്ചു കൊടുക്കാൻ കൽപ്പിക്കുകയാണ്. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, ഇന്നല്ലദീന ആമനു വഅമിലുസ് സ്വാലിഹാത്തി ലഹും ജന്നാത്തുൻ നഈം, തീർച്ചയായും എൻ്റെ വിശ്വാസികൾക്ക്, എന്നെ ആരാധിക്കുന്ന, ഞാൻ കൽപ്പിച്ച കാര്യങ്ങൾ അതേപടി നിർവഹിക്കുന്ന ആളുകൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല വാഗ്ദാനം ചെയ്യുകയാണ്, ലഹും ജന്നാത്തുൻ നഈം, അവർക്ക് സുഖീർത്തമായ സ്വർഗ്ഗമുണ്ട് എന്ന്, ശാശ്വതമായ സ്വർഗ്ഗമുണ്ട് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധമാക്കപ്പെട്ട ഖുർആനിൽ അറിയിക്കുകയാണ്. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, തുടക്കത്തിൽ ഓതിവെച്ച വമിനന്നാസി മൻ യശ്തരി ലഹ്വൽ ഹദീസ് എന്ന് ഓതിവെച്ച ആ ആയത്തിന് തൊട്ടു മുമ്പുള്ള ആയത്ത് നാം പരിശോധിച്ച് നോക്കിയാൽ അറിയാൻ സാധിക്കും, ഉലൈക ലഹുദം മിർ റബ്ബിഹിം വ ഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ. എല്ലാ വാഗ്ദാനങ്ങൾ ചെയ്തുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് വേണ്ടി നിസ്കരിക്കുന്ന, അല്ലാഹു സുബ്ഹാനഹു വ തആല അംഗീകരിക്കാൻ കൽപ്പിച്ച, അല്ലാഹു സുബ്ഹാനഹു വ തആല അംഗീകരിച്ച ആളുകൾക്ക് വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല വാഗ്ദാനം ചെയ്തതാണ് ഹുദം മിർ റബ്ബിഹിം, അല്ലാഹുവിന്റെ അടുക്കൽ നിന്നുള്ള സന്മാർഗം അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് നൽകും. അതേപോലെ തന്നെ അവർ വിജയികളാണെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതിന് ശേഷം തൊട്ട് ശേഷമുള്ള ആയത്തിൽ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, മൻ യശ്തരി ലഹ്വൽ ഹദീസ്, സംഗീത ഉപകരണങ്ങൾ, സംഗീത വർത്തമാന കാലങ്ങൾ വാങ്ങുന്നവർക്ക് വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല വലിയ അദാബുണ്ട് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല വിജയികളായ ആളുകൾക്ക് വാഗ്ദാനം ചെയ്തതിനു ശേഷം ശേഷമുള്ള ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇങ്ങനെ പരാമർശിക്കുകയാണ്. എന്നാൽ മൻ യശ്തരി ലഹ്വൽ ഹദീസ് എന്ന ആയത്തിലെ മുഫസ്സിരീങ്ങൾ വിശദീകരിച്ചതായി കാണാം. മൻ യശ്തരി ലഹ്വൽ ഹദീസ് സംഗീത ഉപകരണങ്ങളെയാണ്
ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പരാമർശിച്ചതെന്ന് ഒരുപാട് ആലിമീങ്ങൾ, ഒരുപാട് മുഫസ്സിരീങ്ങൾ പറയുന്നതായി കാണാം. അതേപോലെ തന്നെ അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുന്നു, സംഗീത ഉപകരണങ്ങളെ പറ്റിയാണ് ഇത് പറഞ്ഞത് എന്ന് പറഞ്ഞുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആലയെ 3 പ്രാവശ്യം സത്യം ചെയ്തുകൊണ്ട് പറയുകയാണ്. ഇമാം ഖുർത്തുബി റളിയല്ലാഹു അൻഹു ഒരു ഹദീസിൽ രേഖപ്പെടുത്തിയതായി കാണാം. ഒരിക്കൽ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വഹാബത്തുൽ കിറാമിനോട് പറഞ്ഞു കൊടുക്കുകയാണ്, ഓ സ്വഹാബത്തുൽ കിറാം തങ്ങളെ, നിങ്ങൾ അവസാന കാല സമയത്ത് നിങ്ങൾ കാണാൻ സാധിക്കും, അവസാന കാല സമയത്ത് ഖിയാമത്ത് നാൾ അടുക്കുന്ന സമയത്ത് 15 വിഭാഗങ്ങൾക്കെതിരെ അല്ലാഹു സുബ്ഹാനഹു വ തആല തീ കാറ്റ് വീശി കൊടുക്കുമത്രേ. അതിൽപ്പെട്ട ഒരു വിഭാഗം കൂടിയാണ് സംഗീത ഉപകരണങ്ങൾ ഉപയോഗിക്കുന്ന ആളുകൾ, സംഗീതം പാടുന്ന ആളുകൾ. നാം ചിന്തിക്കണം, അല്ലാഹു സുബ്ഹാനഹു വ തആലയും എൻ്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും ഇത്രത്തോളം ഗൗരവമായി ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നാം നിത്യേന ജീവിതത്തിൽ എത്രത്തോളം ഹറാമുകൾ കേൾക്കുന്നു, എത്രത്തോളം അല്ലാഹു സുബ്ഹാനഹു വ തആല എതിർത്ത കാര്യങ്ങൾ നാം കേൾക്കുന്നു, നാം ചെയ്യുന്നെന്ന് നാം ചിന്തിക്കണം. പ്രിയമുള്ള മുഅ്മിനീങ്ങൾ, ഇത്രമാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ തോന്നുന്നു, വാഖിർ ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.